ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ചിക്കൻ ചില്ലി ബ്രോഡ്ജസ് എങ്ങനെയുണ്ട് പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ബ്രോഡ്ജസ് ഒരു ഡച്ച് വേർഡാണ്. ഇത് സാധാ നമ്മളെ സാൻഡ്വിച്ച് ഇല്ലേ അതിൻ്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അഥവാ ഡ്രൈ ഈസ്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആദ്യം ഈസ്റ്റും പിന്നെ നമ്മൾ പാലും കൂടി കുറച്ച് സമയം ഒന്ന് ആക്റ്റീവ് ആവാൻ വെയിറ്റ് ചെയ്യും. എന്നതിന് ശേഷം അതിലേക്ക് മൈദപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലില്ലേ സൺഫ്ലവർ ഓയിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് എന്നതിന് ശേഷം ഞാനിപ്പം ഇളം ചൂടുള്ള ഒരു 3/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 3/4 കപ്പ് പാലും എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഒരു 1/2 കപ്പും കുറച്ചുമാണ് കേട്ടോ ആവശ്യമായി വന്നിട്ടുള്ളൂ. നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചാൽ എന്താ പറയുക പിന്നെ പൊടിയിടേണ്ട ഇത് വരും. അതുകൊണ്ട് ഭയങ്കര ലൂസായി പോകും. അപ്പം ശ്രദ്ധിച്ചിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലും ഇതിൻ്റെ മേലെയൊക്കെ ആയിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരും കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഞാനിപ്പോൾ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയില്ലേ അത് വെച്ചിട്ട് കവർ ചെയ്താലും മതി. അതവിടുന്ന് പൊന്തി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഇല്ലേ അത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു 250 ഗ്രാം എല്ലില്ലാത്ത കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ചിക്കൻ ഇല്ലേ അതാട്ടോ എടുത്തത്. ചിക്കൻ ആദ്യം ബട്ടറിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയില്ല, ജസ്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, എരിവുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിയും ക്യാപ്സിക്കും തക്കാളി ആട്ടോ ഞാനിപ്പോൾ എടുത്തത്. ഞാനിപ്പോൾ ചിക്കൻ ചില്ലി ബ്രോഡ്ജസ് ആയിട്ടോ ചെയ്യുന്നത്, ചിക്കൻ ചില്ലി ടൈപ്പ് ആയിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കിത് പല ടൈപ്പിൽ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. എന്താ പറയുക ഒരുപാട് ഇതിൽ റെഡിയാക്കിയ വേണമെങ്കിൽ ചിക്കൻ മാത്രം ഫ്രൈ ചെയ്തിട്ട് നമ്മൾ KFC ചിക്കനൊക്കെ ഫ്രൈ ചെയ്യില്ലേ അതേപോലെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയും വെച്ച് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയും ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ചില്ലി സോസില്ലേ അത് ഒഴിച്ചു കൊടുത്താലും മതി. ആ സമയം എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചില്ലി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സോയാ സോസിൽ ഉപ്പ് ഉണ്ടാകും, അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ട ഉപ്പാണ്. അപ്പോൾ ഇതാ നമ്മളെ മാവ് ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ വീണ്ടും. എന്നിട്ട് 2 കപ്പിന് ഒരു 10 കുഞ്ഞ് ബോൾസ് ആയിട്ടാട്ടോ ഞാനിപ്പോൾ എടുത്തത്. നമുക്കൊരു 10 എണ്ണം കേട്ടോ 2 കപ്പിൽ കിട്ടുള്ളൂ. അതിൽ നിന്ന് ഒരു ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതേപോലെ കുറച്ച് പൊടിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരു പൂരിൻ്റെ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്താൽ മതി കേട്ടോ. ഭയങ്കര കട്ടി കുറഞ്ഞിട്ടും പരത്തണ്ട, എന്നാൽ ഭയങ്കര കട്ടിയിലും പരത്തണ്ട. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ എയർ ഫ്രയറിലാട്ടോ ബേക്ക് ചെയ്യുന്നത്.
അപ്പോൾ എന്താ പറയുക ഒട്ടിപ്പിടിക്കാണ്ടിരിക്കേണ്ടിയിട്ടാട്ടോ നമുക്ക് ബേക്കായി വന്നാൽ ഇത് പെട്ടെന്ന് ഓപ്പൺ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം അതേപോലെ മടക്കിയിട്ട് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വേറൊരു പ്ലേറ്റിൽ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതും കൂടി എടുത്ത് വെക്കാം. എന്നിട്ട് ഇതാ ഒന്നിൻ്റെ മേലെ ഒരു സൈഡിൽ മാത്രം മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ചെയ്യണ്ട, ഒരു സൈഡിൽ മാത്രം ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒറ്റ കോട്ടിങ് ചെയ്താൽ മതി കേട്ടോ, ഡബിൾ കോട്ടിങ് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇതേപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മേലേക്ക് മേലെ വെക്കാണ്ടിരിക്കണ ഞാൻ 2 പ്ലേറ്റിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എയർ ഫ്രയർ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്നിൻ്റെ മേലെ ആയിട്ട് വെക്കാണ്ട് വിട്ട് വെച്ച് കൊടുത്താലും മതി. ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു 5 വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ബാക്കിയുള്ള 5 കൂടി ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ട് ഇത് കുക്കായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഓയിൽ ബ്രഷ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് എന്താ പറയുക ഓപ്പണായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഹോം മെയ്ഡ് മയോണീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന മയോണീസ് ആണെങ്കിൽ അതും എടുക്കുക. ഒരു ലെറ്റൂസിൻ്റെ ലീഫില്ലേ അതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയിൽ നിന്ന് ഒരു സ്പൂണോളം ഇതിൻ്റെ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. ഒരുപാട് മസാല കുത്തി വെച്ച് കൊടുക്കേണ്ട. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാത്ത നല്ല സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും.